ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ഇപ്പം തന്നെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനെയാണ്. അപ്പോൾ അഭിയുടെ ഇനിയുള്ള തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്നിമോളുടെ കാര്യത്തിൽ ഒരു ഇതുണ്ടാക്കണം. ചിന്നിമോളല്ല, സോറി, ചന്തുമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മാത്രമല്ല ചന്തുമോളുടെ അമ്മ കുറച്ച് റിക്കവർ ആകാനൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ചന്തുമോളുടെ അമ്മയെ കൊല്ലണം. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ ഓമന എന്ന് പറഞ്ഞ സ്ത്രീ ആണല്ലോ ഇപ്പൊ നോക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരി ഉള്ളത് കൊണ്ട് വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല. മാത്രമല്ല മുത്തശ്ശനും ആദർശവും അവിടെ കുറച്ച് പേര് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പരിസരത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ അഭിയുടെ ഗുണ്ടകൾക്ക്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഭിക്കും ഗുണ്ടകൾക്കും ഈ പറയുന്ന നമ്മുടെ ചന്തുമോളുടെ അമ്മേനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെ അഭി പറയാണ്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, ഏതായാലും ഇനി ഇപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അവളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ എൻ്റെ ജീവിതം, കുടുംബ ജീവിതമാണ് തകരുന്നത് എന്ന്. ഏതായാലും അങ്ങനെ അവർ തമ്മിൽ പിരിയുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭി നേരെ ചന്തുമോളുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചന്തുമോളുടെ അമ്മ ഇപ്പോഴും ആ കോമ സ്റ്റേജിൽ തന്നെ ആട്ടോ കിടക്കുന്നത്. അങ്ങനെ അഭി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഓമന എന്ന് പറയുന്ന ആ സ്ത്രീ അവിടെ ഉണ്ട്. മുറ്റത്ത് നിന്ന് എന്തോ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു സ്ത്രീ. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ ചന്തുമോളുടെ അമ്മയുടെ അടുത്തേക്ക് അഭി ചെല്ലുന്നത്. അങ്ങനെ അഭി പറയാ, നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോടി, നീ ഇപ്പൊ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ, ഞാൻ കേട്ടു അറിഞ്ഞു കാര്യങ്ങളൊക്കെ. അല്ല, കൈയും കാലും ഒക്കെ അനങ്ങാൻ തുടങ്ങിയോ? കോമ സ്റ്റേജ് മാറിയോ നിന്റെ? ദേ, ഈ സ്റ്റേജ് മാറിയെങ്കിലേ നിന്നെ അടുത്ത സ്റ്റേജിലേക്ക് മാറ്റാനായിരുന്നു എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് കൈ അങ്ങ് ഇടുക. അപ്പം കൈ അങ്ങ് ചെന്ന് താഴെ വീണു. അപ്പോഴത്തേക്കും അഭി പറഞ്ഞ്, ചലനശേഷിയൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ മുഖത്തൊരു പ്രസരിപ്പ് വന്നിട്ടുണ്ടല്ലോ, രക്തയോട്ടം കൂടിയിട്ടുണ്ട്, അതൊക്കെ നിലയ്ക്കണ്ടേ ഇനി? രക്തയോട്ടം ഇങ്ങനെ കൂടാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ കൂട്ടിന്, അവള് എവിടെ പോയി? അവളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി ചുറ്റുമൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ നമ്മുടെ അഭി പറഞ്ഞു, നീ ജീവിച്ചിരിക്കുന്നതേ എനിക്ക് അപകടമാടി, മരിച്ചു എന്ന് കരുതിയവളാ അന്ന് ജീവിച്ചു വന്നത്, ഇനി അത് പാടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് പിടിച്ച് അങ്ങോട്ട് ഞെരുക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴുത്തിന് പിടിച്ച് വല്ലാണ്ട് ഞെരുക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഓമന എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് ആരാ അതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അഭി കൈ മാറ്റി. എന്നാലും നമ്മുടെ ഓമന ചോദിച്ചു, അല്ല ഇതെന്താ പറ്റിയത്, ഇതെന്താ കുഞ്ഞ് ചുമക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാനൊന്ന് കാണാനായിട്ട് വന്നതാ. അപ്പോഴത്തേക്കും ഓമനയ്ക്ക് എന്തോ ചെറിയ സംശയമൊക്കെ തോന്നി കേട്ടോ. അത് ചോദിച്ചു, നിങ്ങൾ മോളെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ എന്ത് ചെയ്യാനോ ചേച്ചി, ഞാനൊന്നും ചെയ്തില്ല, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. അപ്പം മുതൽ അവൾ ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും വീണ്ടും ചുമക്കുന്നുണ്ട് നമ്മുടെ ചന്തുമോളുടെ അമ്മ. അപ്പോൾ ഓമന പറഞ്ഞു, നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, മോള് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുമായിരുന്നു. അല്ല, നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിയൊക്കെ പറഞ്ഞതല്ലേ? ഓഹോ, എന്നാലും എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ വന്നതാ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അനഘയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ, അവളെ ഒന്ന് കാണണ്ടേ, അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, അതുകൊണ്ട് വന്നതാ, ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പോകുകയാണ് കേട്ടോ നമ്മുടെ അഭിയം. അപ്പോഴത്തേക്കും ആ ഓമന എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ അനഘയുടെ അടുത്ത് ഇരുന്നിട്ട്, നിന്നെ എന്തെങ്കിലും ചെയ്തോ മോളെ? അവന് എന്തോ ചെയ്തിട്ടുണ്ട് മോളെ, അതെനിക്ക് അറിയാം, പേടിക്കണ്ട കേട്ടോ മോളെ, ഞാൻ നയനമോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, നയനെ ആദർശും അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും കേട്ടോ, മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ചങ്കൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ നയനയാണ്. അപ്പൊ നയന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. നയനയുടെ മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസവും ഒരു വിഷമവും ഒക്കെ ഉണ്ട് കേട്ടോ. വല്ലാത്തൊരു പരിഭ്രമവും ഒക്കെ തോന്നുന്നുണ്ട്. നയന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ നടക്കുന്ന ആ ഒരു സീനാണ്. ഏതായാലും അവിടുത്തെ വിവരം വിളിച്ച ഓമന എന്ന് പറയുന്ന പുള്ളിക്കാരി നമ്മുടെ നയനയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നയനയുടെ മുഖത്തൊരു വിഭ്രാന്തിയും പരിഭവവും ഒക്കെ ഉള്ളത്. അപ്പൊ അഭി വന്ന ഉടനെ തന്നെ നമ്മുടെ നയന അഭിയോട് പറഞ്ഞു, നിക്കട അവിടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അഭി നയനയെ തന്നെ ഒന്ന് നോക്കുക. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ എന്തിനാടാ അനഘയുടെ വീട്ടിലേക്ക് പോയത്? അത് പിന്നെ ഈ ഇടത്തി ഞാൻ അവക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയതാ. ഓ, അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് നിനക്ക്, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചത്തോ ജീവിച്ചോ എന്ന് അറിയാൻ വേണ്ടി പോയതാണോ അതോ നീ കൊല്ലാൻ പോയതാണോ? അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ ഏടത്തി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നോട് പറഞ്ഞില്ലേ നീ ആ വീടിന്റെ പരിസരത്തേക്ക് പോകരുത് എന്ന്, പിന്നെ എന്തിനാടാ നീ അങ്ങോട്ടേക്ക് പോകുന്നത്? വലിയൊരു സത്യം മറച്ചു പിടിച്ച പലരും ഇവിടെ നടക്കുന്നത്, അത് നിനക്കറിയാലോ. ആ
അത് എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ, അല്ലാതെ നിന്നോടുള്ള സ്നേഹമോ സിമ്പതിയോ കൊണ്ടൊന്നും അല്ല. എന്ന് വെച്ചാൽ നിന്റെ പോക്ക് ശരിയല്ലെങ്കിൽ പറയേണ്ടവരോട് എല്ലാം ഞാൻ പറയും, വിളിച്ചു പറയേണ്ടവരോടെല്ലാം പറഞ്ഞിരിക്കും. ഏടത്തി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവള്, അപ്പം അവളുടെ ആരോഗ്യസ്ഥിതി അറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ? അയ്യോ, കുഞ്ഞിൻ്റെ അമ്മ, നിനക്കൊരു ആകാംക്ഷയും ഇല്ലടാ. അനഘ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി തന്നെയാ നീ അങ്ങോട്ടേക്ക് പോകുന്നത്. അത് എനിക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കാരണം അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ വീട്ടിലെ ജീവിതം അവസാനിക്കുന്നു മാത്രമല്ല, ഇനിയുള്ള കാലം അത്രയും നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. നീ അത് ഓർത്തോ? അയ്യോ, എന്താ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അടങ്ങി ഒതുങ്ങി ഇപ്പൊ ജീവിക്കുന്നത്. അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന നീ എന്തിനാടാ അങ്ങോട്ടേക്ക് പോയത്? നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്തത്? ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോകരുതെന്ന്? അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ലായിരുന്നു. ഇന്ന് ആ വഴി പോയപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ. നിർത്തിക്കോ നിന്റെ ഈ നാടകം, നിർത്തിക്കോ നിന്റെ ഈ പോക്ക്. ദേ, അത് ഈ നയനയോട് വേണ്ട. ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട വേദനകളൊക്കെ അനഘ എന്ന് പറയുന്ന അവൾ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പറയാ, ഇനിയിപ്പം മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കുറച്ച് നാളുകൾ മാത്രമേ ആ അനഘയ്ക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പോഴെങ്കിലും അത് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. അത്രയും നാള് നീ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. ആ പെൺകുച്ചിന് സമാധാനം കിട്ടട്ടെ. നിന്റെ മുഖം കാണുന്നത് ആ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അവളുടെ മുമ്പിൽ ചെന്ന് നീ പെടരുത്. ഇപ്പൊ ചന്തുമോള് നന്നായിട്ട് ജീവിക്കുന്നതിന്റെ ഒരു ആശ്വാസം മാത്രം ഇപ്പൊ ആ പെൺകൊച്ചിനുള്ളൂ, അനഘയ്ക്കുള്ളൂ. അതിനിടയിൽ ആ കുഞ്ഞിനെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാത്ത നീ ചന്തുമോൾക്ക് അമ്മ ഇല്ലാതാക്കാൻ വേണ്ടിയാ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത്. മനസ്സിലായോ നിനക്ക്? ഇനി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അറിയേണ്ടവരെല്ലാം അറിയും. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ വരികയാണ് കേട്ടോ. അപ്പൊ നവ്യ വന്നപ്പോഴത്തേക്ക് അഭിനയം എടുത്തിട്ട് പൊരിക്കുകയാണല്ലോ ഈ പറയുന്നത് നമ്മുടെ നയന. അപ്പൊ പെട്ടെന്ന് നയന പറഞ്ഞു, നീ പോയിക്കോ, ഇനി ഇവിടെ കൂടുതൽ നേരം നിന്ന് നീ ചമ്മണ്ട. അപ്പം നവ്യ ചോദിച്ചു, അല്ല എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല എന്ന് പറഞ്ഞ അഭി പെട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ നയനയോട് ചോദിച്ചു, അല്ല നീ അവനോട് ചൂടാകുമായിരുന്നോ? എന്താടി നയനെ നിനക്ക് പറ്റിയത്? നീ എന്തിനാ അവനോട് ചൂടായത്? അത് ഒന്നുമില്ല. ഇവിടെ ഓരോരുത്തർക്ക് എൻ്റെ അഭിയെ ഉപദേശിക്കാനും വഴക്ക് പറയാനൊക്കെ നല്ല മിടുക്ക. എന്നാ സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നീ നന്നാക്കരുത് കേട്ടോ. ചേച്ചി പാട് നോക്കി പോകാൻ നോക്ക്. ചേച്ചി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ. ഞാനിപ്പോൾ ഈ വീടിൻ്റെ രീതികൾ അനുസരിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാ, അതറിയാലോ. ഇവിടേക്ക് നമ്മൾ വരുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. അന്ന് ഞാനും നീയൊക്കെ കീരിയും പാമ്പുമായിരുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തേ ഇല്ലായിരുന്നു. വീണ്ടും അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത്, അതിന് എനിക്ക് പറ്റില്ല. നിനക്ക് നിന്റെ ഭർത്താവ് വലിയ സത്യവാനൊക്കെ ആയിരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലെ വിഷവിത്ത് അങ്ങേര് തന്നെയാ ആദർശ്, നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നയനെ ഒന്നും മിണ്ടുന്നില്ല. നയനെ വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണാക്കിൽ പിരിയും വെട്ടി അവിടെ ഇരിക്കുള്ളൂ നമ്മുടെ നവ്യ. പിന്നെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ടായിരിക്കാം നയനെ ഒന്നും പറയാത്തത്. ഏതായാലും നയന വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ അഭിനയാണ് കാണിക്കുന്നത്. അഭിയാണെങ്കിൽ വിഷമിച്ച് പരവേശപ്പെട്ടിട്ട് ഇങ്ങനെ ബെഡിൽ ഇരിക്കുക റൂമിനകത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഓടി വരികയാണ് കേട്ടോ. നവ്യ നയനോട് സംസാരിച്ചിട്ട് ഓടി വന്നു. എന്നിട്ട് അഭി, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തിനാ നയന നിന്നെ വഴക്ക് പറഞ്ഞത്? എന്താ നിനക്കൊരു പതർച്ച? എനിക്കോ പതർച്ചയോ? ഞാൻ എന്തിനാ പതർന്നത്? അതാ ഞാൻ ചോദിച്ചത്, എന്തിനാ നീ പതർന്നതെന്ന്. പതറേണ്ട കാര്യമുണ്ടോ? എന്താ നവ്യ നിനക്ക് വേണ്ടത്? നിന്നോട് എന്താ നയന സീരിയസ് ആയിട്ട് സംസാരിച്ചത്? എനിക്കതറിയണം. ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും രണ്ടാളും സംസാരം അങ്ങ് നിർത്തിയില്ലോ. ഓ, അതോ? നീ ഉദ്ദേശിക്കുന്നത് പോലെ അവനെ ഞാനൊന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചതാ ചന്തുമോളുടെ കാര്യത്തില്, അല്ലാതെ വേറൊന്നുമല്ല. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വെറുതെ ഉപദേശമായിട്ട് നടന്ന് ഉള്ള ജോലിയും കൂടെ പോകുന്ന എന്നോട് പറയുന്നത്. അങ്ങനെ അവള് പറഞ്ഞോ? ആ, പറഞ്ഞെന്നേ. ഞാനിപ്പോ അവിടുത്തെ സ്റ്റാഫാണല്ലോ, അതുകൂടി അവള് കളയിക്കുന്നു. അങ്ങനെയൊക്കെ അവള് സംസാരിച്ചോ? ആ, അതൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നീ ചോദിക്കാൻ പോകണ്ട. എനിക്കിഷ്ടമല്ല ഇപ്പം എൻ്റെ പേരും പറഞ്ഞ് വീട്ടിനകത്ത് വഴക്കുണ്ടാക്കുന്നത്. സൗര്യക്കേടാ. അല്ല, അവക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടും ചന്തുമോളോടുള്ള അവളുടെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല അഭി. അതെന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഇനി ചന്തുമോള് ആദർശേട്ടന്റെ കുട്ടിയല്ലേ? എനിക്കൊരു സംശയം. അല്ല, അല്ലെങ്കിൽ പിന്നെ ആരുടെ കുട്ടിയാ നവ്യ? അല്ല, ആദർശേട്ടന് തെറ്റ് പറ്റിയിട്ടുണ്ടാവില്ലെന്നാ ഇപ്പോഴും അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റാരെങ്കിലും ആയിരിക്കോ ആ കുട്ടിയുടെ അച്ഛൻ? എനിക്കൊരു സംശയം. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭി ഒന്ന് പതറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശേട്ടൻ അത് ഏറ്റെടുത്താണെങ്കിലോ എന്ന് നവ്യ. അപ്പൊ അഭി പറഞ്ഞു, നിന്നെ പോലെ അല്ല നിന്റെ അനിയത്തി, അവക്ക് കുറച്ചും കൂടെ സഹന ശക്തിയുണ്ട്, എല്ലാം ക്ഷമിക്കും. എൻ്റെ ഏടത്തിക്കുണ്ടായ സകല നേട്ടങ്ങൾക്കും കാരണം ആദർശേട്ടനല്ലേ? അവരിന്ന് പേരെടുത്തൊരു ഡിസൈനർ ആയിട്ടുണ്ടെങ്കിൽ, ഒരു മികച്ച ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ ആദർശേട്ടനല്ലേ? നീ എന്താ മനസ്സിലാക്കാത്തത്? അങ്ങനെയുള്ളപ്പം അങ്ങേര് ചെയ്തൊരു തെറ്റ് അതവർക്ക് ക്ഷമിക്കാന്നുള്ളതല്ലേ ഉള്ളൂ.
മറ്റെന്താണെങ്കിലും ക്ഷമിക്കാം. പക്ഷേ സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അത്യാഗ്രഹ മനസ്സുള്ളവർക്ക് താങ്ങാൻ പറ്റും. ഇവിടത്തെ പണമാണല്ലോ നിന്റെ അനിയത്തിക്ക് മുഖ്യ ലക്ഷ്യം. പണത്തിന്റെയും പ്രസക്തിയുടെയും പിന്നാലെ നടക്കുന്ന നിന്റെ അനിയത്തിക്ക് ഇതൊരു പ്രശ്നമല്ല. ഇനിയിപ്പൊ ചന്തുമോളുടെ കാര്യം പറഞ്ഞ് ഇവിടുന്ന് വഴക്കിട്ട് പോയാലോ അതൊക്കെ നഷ്ടപ്പെടുമെന്ന് നന്നായിട്ട് നിന്റെ അനിയത്തിക്ക് അറിയാം. അതുകൊണ്ടാണ് നിന്റെ അനിയത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും പിടിച്ച് കടിച്ച് തൂങ്ങിക്കിടക്കുന്നത്. അല്ലാതെ വേറൊന്നുകൊണ്ടും അല്ല. എന്റെ ഏട്ടന് എന്ന് പറയുന്നവൻ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ എന്റെ തലയിൽ ചാരി എന്നെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുക. അറിയാലോ നിനക്ക്. പിന്നെ നീ അറിഞ്ഞായിരുന്നല്ലോ, നോർത്ത് കേരള മുഴുവൻ ഇനിയിപ്പം ഹനിയുടെ അണ്ടറിലാകും. അതാ നടക്കാൻ പോകുന്നത്. എത്ര ജ്വല്ലറി ഉണ്ട് നമുക്ക്, അതിലൊരെണ്ണത്തിന്റെ മേൽനോട്ടം എനിക്ക് തന്നൂടെ? ഇതുവരെ തന്നോ? അത് പിന്നെ നീ കഴിവ് തെളിയിക്കാത്തോണ്ടല്ലേ നിനക്ക് തരാത്തത്. കഴിവ് തെളിയിക്കാൻ ഒരു അവസരം തരണ്ടേ, എന്നാലല്ലേ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ആദർശ് ചെയ്ത തെറ്റിന്റെ വലിപ്പം വെച്ച് നോക്കിയാൽ അവന് മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD ആയിട്ടിരിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? അതുകൊണ്ടായിരിക്കും മെല്ലെ മെല്ലെ എല്ലാ അധികാരങ്ങളും അനിയിലേക്ക് കൈമാറ്റം നടത്തുന്നത്. അത് നിന്റെ ഏട്ടന്റെ തീരുമാനമൊന്നും അല്ലായിരിക്കും. മുത്തച്ഛനും അതുപോലെ തന്നെ ഇളയച്ഛനും ഒക്കെ ആയിരിക്കും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ആദർശേട്ടൻ നടപ്പിലാക്കിയല്ലേ പറ്റത്തുള്ളൂ. അല്ല, എന്നിട്ട് എന്നോട് എന്താ മുത്തച്ഛന് കനിവുണ്ടാകാത്തത്? അത് മുത്തച്ഛനോട് തന്നെ ചോദിക്കണം. അപ്പൊ നീ അത് മുത്തച്ഛനോട് തന്നെ ചോദിക്കണം. നിനക്ക് സ്ഥാനമാനങ്ങളൊക്കെ തന്ന സമയത്ത് നീ കമ്പനിയുടെ പേര് മോശമാക്കി എന്നാണ് ഇതിനെപ്പറ്റി ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയ മറുപടി. പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? ആദർശേട്ടൻ വലിയൊരു തെറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. അത് നീ ഓർത്തോ. അല്ലെങ്കിലും നീ അത്രയ്ക്ക് പുണ്യാളനൊന്നും അല്ലെന്ന് എനിക്കറിയാം. അതെനിക്ക് പണ്ടേ അറിയാലോ. അപ്പൊ പിന്നെ നയനെ ആ ചന്തുമോളുടെ വിഷയം സംസാരിക്കുമ്പം നീ അവളുടെ മുന്നിൽ ചെന്നിട്ട് ഒരുപാട് ചൂളി നിൽക്കണ്ട. അതായിരിക്കും നിനക്ക് നല്ലത്. അവിടെ നമ്മുടെ ഭാഗത്താ ശരി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഒച്ച ഉയർത്തി തന്നെ സംസാരിക്കണം. ശരിയെന്ന് പറയുന്ന കാര്യങ്ങൾ, ശരിയെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കണം, പറയണം. അത് നയനയുടെ മുമ്പിലാണെങ്കിലും അത് ഓർത്ത് വെച്ചോ നീ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവുകയാണ്. അപ്പം ഇനിയിപ്പം ചൂളി നിൽക്കണ്ട, നയനയുടെ മുമ്പിൽ ഒച്ച ഉയർത്തി തന്നെ സംസാരിക്കണം എന്നാ പറയുന്നത്. പക്ഷെ നവ്യക്ക് കാര്യമൊന്നും അറിയത്തില്ലല്ലോ. ചൂളിയേ പറ്റൂ. അവിടെ ചൂളി ചെന്ന് കുനിഞ്ഞു നിന്ന് നമ്മുടെ നയനയുടെ കാലിൽ വീണേ പറ്റൂ. എന്തായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ നന്ദുവിനെയാ കാണിക്കുന്നത്. അപ്പൊ നന്ദു ആണെങ്കിൽ എന്തോ അഭിയുടെ കോൾ ലിസ്റ്റ് ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ കോൾ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ നമ്മുടെ അഭിയുടെ കുറെ രഹസ്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണമല്ലോ. അതും സ്വർണ്ണക്കടത്തുമായിട്ടും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ചെറിയ ഡിമാൻഡുകളും എന്തൊക്കെയോ കള്ളക്കടത്തലുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് അന്വേഷിക്കുന്ന ഭാഗത്തിലാണ് നമ്മുടെ അഭിയുടെ ഫോണിലെ കോൾസുകളെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പം പോലീസുകാരോട് ഇങ്ങനെ പറയുകയാണ് അതായത് ഒരു കോൺസ്റ്റബിളിനോട് പറയുകയാണ് നമ്മുടെ നന്ദു, കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിന് പിന്നിൽ ആരാണ് നമുക്ക് കണ്ടുപിടിക്കണം. കുറെ പേർക്ക് കോളൊക്കെ പോയിട്ടുണ്ട്. കള്ളക്കടത്തുകാർക്കും സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കൊക്കെ ഫോൺ കോൾ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതായാലും വ്യക്തമായിട്ടൊന്ന് അന്വേഷിക്കണം. ഈ സ്വർണ്ണ ഇടപാടുകാരനുണ്ടല്ലോ, അയാളെ നമ്മളെ കസ്റ്റഡിയിൽ എടുക്കണം. ആ ഇടപാടുകാരനെ കസ്റ്റഡിയിൽ എടുത്ത പല വിവരങ്ങളും കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു നേരെ ചെല്ലുന്നത് ആ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം പോലീസ് ജീപ്പിലൊക്കെ തന്നെയാണ് ചെല്ലുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഏതോ ഒരു കാർ ഷോറൂമിൽ നിൽക്കുകയാണ്. അപ്പൊ കാർ ഷോറൂമിലോ നിൽക്കുകയാണ്. അപ്പം അവിടെ ചെന്നിട്ട് പറഞ്ഞു താനൊന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അത് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം, വാ കേറ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാള് നമ്മുടെ നന്ദുവിനെ ഒന്ന് നോക്കുക. അപ്പം നന്ദു പറഞ്ഞു വേറെ ഒന്നുമല്ല, സ്വർണ്ണക്കടത്തുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറഞ്ഞപ്പം സ്വർണ്ണക്കടത്തോ? ഞാൻ ജ്വല്ലറിയിൽ സ്വർണ്ണം സപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പം താൻ വന്ന് വണ്ടി കയറ്. അല്ല, ഞാൻ എൻ്റെ വണ്ടിയിൽ സ്റ്റേഷനിൽ വന്നാൽ പോരെ സാറേ? പോരാ, ഇതൊരു വലിയ മാഫിയാണ്. ഇതിനിടയിൽ അവരെയൊക്കെ വിവരം അറിയിച്ചിട്ട് നീയൊക്കെ അങ്ങ് താലപ്പത്തേക്ക് വിളിക്കും. അതുകൊണ്ട് വേണ്ട. പിന്നെ ഇതുപോലെ കൊണ്ടുപോയി നിന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ബലപ്രയോഗത്തിനൊന്നും അവസരം ഉണ്ടാക്കാതെ മാന്യമായിട്ട് വന്ന് പോലീസ് ജീപ്പിൽ കയറാൻ നോക്ക്. അത് പിന്നെ മേഡം, ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാവില്ല. റോഡിൽ ആ സമയത്ത് ചില അപകടങ്ങൾ നടക്കാറുണ്ടല്ലോ. അർദ്ധരാത്രി കഴിഞ്ഞ സമയങ്ങളിൽ കാറുകളൊക്കെ ആക്സിഡന്റിൽ പെട്ട ആൾക്കാർ മരിക്കാറൊക്കെ ഉണ്ടല്ലോ. പലപ്പോഴും അതൊക്കെ അന്വേഷിക്കുമ്പം സ്വർണവും കുഴൽപ്പണവും ഒക്കെ കടത്തിയ വാഹനമാണെന്ന് അറിയാറുണ്ടെങ്കിലും അതൊക്കെ പിന്നീട് അന്വേഷിക്കാറുമില്ല, പുറത്തു വരാറൊന്നുമില്ല. ഇത്തരം മാഫിയകളെ എല്ലാവർക്കും പേടിയാ. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. മേളിലാകാശം താഴെ ഭൂമി, അതേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. ഇനി നാളെ എൻ്റെ ജീവൻ പോകുവാണെങ്കിൽ അതിനു മുമ്പ് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ സമൂഹത്തെ അറിയിച്ചിട്ടേ ഈ
SI നന്ദനെ പോകത്തുള്ളൂ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറാൻ പറഞ്ഞ് വണ്ടി കയറ്റുകയാണ് കേട്ടോ. ഏതായാലും വണ്ടി കയറ്റി പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കള്ളക്കടത്തുകാരനെ ഇങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ ചോദ്യം ചെയ്യുക. അങ്ങനെ പുള്ളിക്കാരനെ പിടിച്ച് പദം വരുത്തിയിട്ടാണല്ലോ അവിടെ ഇരുത്തി നമ്മുടെ നന്ദു ചോദ്യം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരനോട് ആദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയില്ല, കള്ളക്കടത്ത് എന്നാന്ന് പോലും എനിക്കറിയില്ല, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും താൻ പറഞ്ഞില്ല എങ്കിൽ താൻ അകത്തു പോകും, മാത്രമല്ല ഇവിടെ പലതും സംഭവിക്കും, താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, താൻ പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, വേണമെങ്കിൽ തന്നെ 3-ാം പ്രതിയോ 4-ാം പ്രതിയോ ആക്കി തള്ളിക്കോളാം, പക്ഷേ താൻ പറഞ്ഞില്ലെങ്കിൽ താൻ തന്നെ ആയിരിക്കും ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 1-ാം പ്രതി, പിന്നെ ജീവിതത്തിൽ പുറം ലോകം കാണാൻ പറ്റത്തില്ല, ജീവപര്യന്തം മേടിച്ചു തരുന്നു. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരന് പേടിയായി. പുള്ളിക്കാരൻ പറഞ്ഞു, അതെ ഞാൻ സത്യങ്ങളൊക്കെ പറയാമെന്ന്. അങ്ങനെ നന്ദുവിനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ഏതായാലും സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ കാണിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ മിക്കവാറും പോലീസ് അനന്തപുരി തറവാട്ടിലെത്തി നമ്മുടെ അഭിനെ കൂട്ടിക്കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കിടിലൻ സീന് തന്നെയാണ്. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് പ്രമോവിശേഷം ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയരുത്, നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രമോവിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും പ്രമോവിശേഷവും നമ്മൾ ഇനി മുതൽ ഉച്ചയ്ക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് ഇടുന്നത്. നമുക്ക് ഇന്ന് ഇതുവരെ അലീനയുടെ കഥ കിട്ടിയിട്ടില്ല. പ്രമോശേഷം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ റിയൽ സ്റ്റോറി പോയി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.